അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്മിയുടെ നോട്ട് 10s എന്ന് പറയുന്ന ഒരു അടിപൊളി ഫോണാണ്. ഏകദേശം ഇതിൻ്റെ വില വരുന്നത് നമ്മൾ ലാസ്റ്റ് എന്തായാലും പറയാൻ പറ്റും. ഏകദേശം വില കുറവാണ്, നല്ല വില കുറവാണ്. അതേപോലെ ഇതിൻ്റെ അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 64 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ, പിന്നെ നമ്മൾ AMOLED ഡിസ്പ്ലേ ആണ്, നല്ല ക്ലാരിറ്റിയും ക്വാളിറ്റി ഉള്ള നല്ലൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ അതേപോലെ മീഡിയ ടെക്കിൻ്റെ ഒരു പ്രോസറാണ്. ഏകദേശം നമുക്ക് നല്ല രീതിയിൽ ഫ്രീ ഫയർ PUBG ഇതൊക്കെ കളിക്കാൻ പറ്റിയ ഒരു ഫോണാണ്. പിന്നെ അതേപോലെ തന്നെ 500 mAh ബാറ്ററി ഫാസ്റ്റ് ചാർജറാണ് കേട്ടോ. 33 വാട്ട് വരെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതിന് പറയുന്നത്. നല്ലൊരു ഫോണാണ്. പിന്നെ അതേപോലെ 64 GB ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അതേപോലെ 6 GB റാമിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ഒരുവിധം നല്ല 6 GB റാം പിന്നെ 8 GB റാം ഉണ്ട്. അപ്പോൾ 8 GB ഏകദേശം 16 ആ റേഞ്ചൊക്കെ വരും. ഇതായത് നോക്കാം, നമുക്ക് ഇതിൻ്റെ വിലയൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. വിലയുടെ കാര്യമൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. ഏകദേശം നമ്മൾ അടിപൊളി ഫോൺ തന്നെയാണ്, നമ്മൾ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ കേസ് ഇത് ഇന്ത്യൻ മെയ്ഡാണ് കേട്ടോ. അപ്പോൾ കേസ് ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ കേസ് ഇതാണ് നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെച്ചേക്കാം, ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇതാണ് ഫോൺ നമുക്ക് ആദ്യം ചെയ്യാം, ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം, ഇവിടെ ഇരിക്കട്ടെ ഫോൺ. ലാസ്റ്റ് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ കിറ്റും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്നത്. കിറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളും, പിന്നെ അതേപോലെ ഒരു ബാക്ക് പാഡും ഉണ്ട് കേസ്. അപ്പോൾ എന്തായാലും അതങ്ങ് മാറ്റി വെച്ചേക്കാം. അതെല്ലാത്തിലും ഉള്ളതാണ്, എന്തായാലും അത് കൊള്ളാം അതിൽ തന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെഡ്ഫോൺ മാത്രമില്ല കേട്ടോ. ഹെഡ്ഫോൺ ജാക്കില്ല, ഹെഡ്ഫോൺ ഇല്ല. അപ്പം ഹെഡ്ഫോൺ ഇല്ലാതെ ഏകദേശം തരുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ചാർജർ, ഫാസ്റ്റ് ചാർജർ ആണെന്ന് പറയുന്നുണ്ട്. അത് ഫാസ്റ്റ് ചാർജർ അല്ല, ഇത് 5 വാട്ടിൻ്റെ ഒരു ചാർജർ. നല്ല കണ്ടു കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട്. 5 വാട്ടിൻ്റെ നല്ലൊരു ചാർജറാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. അതേപോലെ ഒരു USB-C ടൈപ്പാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. C ടൈപ്പ് കേബിളാണ്. അപ്പോൾ നമുക്ക് അത് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. C ടൈപ്പ് കേബിളും ഇത് വരുന്നുണ്ട്. ഇത് ഫാസ്റ്റ് ചാർജർ 33 വരെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇത് ഫാസ്റ്റ് ചാർജർ അല്ല, ഫാസ്റ്റ് ചാർജർ ഇവിടെ തരുന്നില്ല. 33 വാട്ട് വരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് രണ്ട് മാറ്റി വയ്ക്കുക. ഹെഡ്ഫോൺ മാത്രം ഇതിൻ്റെ അകത്തില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി ഫോൺ നമുക്ക് ഓണാക്കി ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ ഫോണിൻ്റെ ഇത് പറയാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ C ടൈപ്പാണ് ഇതിന് കേബിൾ വരുന്നത്. ഇതിൻ്റെ അകത്ത് ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട് കേട്ടോ. പിന്നെ മൈക്ക് ഇവിടെയാണ് വരുന്നത്, സ്പീക്കർ ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഒരു സ്പീക്കറുണ്ട്, 2 സ്പീക്കറാണ്. ഏകദേശം എപ്പോൾ വരുന്നത് എല്ലാത്തിനും 2 സ്പീക്കറാണ്. മൈക്ക് മുകളിലും താഴെയും വരുന്നുണ്ട്. കാര്യം നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റും റൈറ്റും കേൾക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ എല്ലാ ഫോണിലും മൈക്ക് മുകളിലും താഴെയും വരുന്നുണ്ട് കേട്ടോ. ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അതേപോലെ ക്യാമറ വരുന്ന ഫ്രണ്ട് ക്യാമറ ഇവിടെ ആയിരിക്കും വരുന്നത്. അതേപോലെ ബാക്ക് ക്യാമറ ഇവിടെ 64 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് ഈ ഇരിക്കുന്ന ക്യാമറ. അപ്പോൾ റെഡ്മി എന്ന് പറഞ്ഞ ഇവിടെ ഒരു ബ്രാൻഡും ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ബൂട്ട് ചെയ്ത് നോക്കാം. ഏകദേശം സ്ലിമ്മാണ്, നല്ല സ്ലിമ്മാണ്. നിങ്ങൾക്ക് കൈ പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല സ്ലിമ്മാണ് കേട്ടോ. പിന്നെ നമുക്ക് ആ ട്രേ വരുന്നത് എവിടെയാണ് ട്രേ വരുന്നത്, അല്ല ഇവിടെ അല്ല ട്രേ, വിസ് ട്രേ ഇവിടെയാണ് വരുന്നത്. ഡുവൽ സിമ്മാണ് കേട്ടോ, സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ബൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ എനിക്ക് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ ഇതുണ്ട്. ഇതിൻ്റെ ഈ ഒരു പവർ ബട്ടൺ അടിപൊളി കേട്ടോ. സാധാ ബട്ടൺ പോലെയല്ല, ജസ്റ്റിന് എന്തൊരു സംഭവം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഫിംഗർ പ്രിൻറ്റ് ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഫിംഗർ പ്രിൻറ്റ് സ്ക്രീനിലല്ല, ഇതിൻ്റെ ഈ സൈഡിലായിരിക്കും വരുന്നത്. അതായിരിക്കും ഫിംഗർ പ്രിൻറ്റിന് വേണ്ടിയായിരിക്കും ഈ സൈഡ് വെച്ചിരിക്കുന്നത്. എനിക്കറിയില്ല, നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഫ്ലാഷ് ലൈറ്റ്, നല്ലൊരു ഫ്ലാഷ് ലൈറ്റ്, പിന്നെ ഒരു റെഡ് ഇൻഡിക്കേറ്റർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡ് ആംഗിൾ എടുക്കാൻ വേണ്ടിയാണ് ഈ ലെൻസ് വെച്ചിരിക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 64 മെഗാപിക്സൽ സാധാ ഒരു ഇതാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് ഡെപ്ത് സെൻസ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ്. ഗൈസ്, അപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറ എന്ന് പറയുന്നത്, നമ്മുടെ ഫോൺ എന്ന് പറയുന്നത്. ഏകദേശം നല്ല ഡിസ്പ്ലേ ആണ് കേട്ടോ. നല്ല ഡിസ്പ്ലേ വെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഇൻബിൽറ്റ് ആണ്. എമ്യുവിൻ്റെ ഇതാണ് വെച്ചിരിക്കുന്നത്, എമ്യുവിൻ്റെ ഇൻ്റർഫേസ് ആണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്കൊരു ക്യാമറ എടുത്ത് നോക്കാം. ക്യാമറ എന്തായാലും എടുത്ത് ജസ്റ്റ് ഒന്ന് ഓക്കെ, ക്യാമറ എടുത്തിട്ടുണ്ട്. ക്യാമറ എടുത്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തുള്ള വര ആ ഒരു പോറൽ വരെ നല്ല ഇത് അറിയാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കളറുണ്ട് ഗൈസ്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാവേ. അടുത്തൊരെണ്ണം സാധാ ഇത് ഇട്ടേക്കാം, ഒന്നും ചെയ്തിട്ടില്ല. സാധാ ഒരു ഇതിട്ടിട്ടാണ് നമ്മൾ എടുത്തിട്ട്. ഓക്കെ, ഇതും കൊള്ളാൻ കുഴപ്പമില്ല. ഇതിനകത്ത് കവർ ഒട്ടിച്ചുകൊണ്ടാട്ടെ ഇങ്ങനെ രണ്ടായിട്ട് കാണുന്നത്. കൊള്ളാലും കുഴപ്പമില്ല, നല്ലൊരു ക്യാമറ. 64 മെഗാപിക്സലിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല കളർ സെൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് ഇടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. ഇനി ഇതിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്, നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം വെച്ചാൽ ഇതിൻ്റെ ഇനി നമ്മുടെ ക്യാമറയുടെ ഡീറ്റെയിൽസ്, പിന്നെ സ്പെക്ക് ഡീറ്റെയിൽസ്, പിന്നെ ഫ്രീ ഫയർ PUBG ഇതൊക്കെ ഇട്ടാൽ ജസ്റ്റ് ഒന്ന് നമ്മൾ സ്പീഡിങ് ബൂസ്റ്റ് ചെയ്യുന്ന iPhone 11 കമ്പയർ ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് മാത്രമേ, നമ്മൾ അൺബോക്സ് ലൈവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ടേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, ഇതിനകത്ത് വലുതൊന്നുമില്ല. ഏകദേശം നല്ലൊരു ഫോണാണ്. ഏകദേശം 13 രൂപ ഇതിന് വരുന്നത്. ഏകദേശം നിങ്ങൾ ഒരു ബിഗ് ബില്യനൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏകദേശം 13 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. ഇതിപ്പോൾ 14 രൂപയ്ക്ക് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അത് ബിഗ് ബില്യൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ മേടിച്ചത്. ഏകദേശം 14 രൂപ വരും. ഇപ്പോഴത്തെ റേറ്റ് 14 രൂപയാണ്. മാക്സിമം മേടിക്കാൻ നോക്കുക, നല്ലൊരു ഫോണാണ്. 64 മെഗാപിക്സൽ ക്യാമറ, വ്ളോഗിനൊക്കെ നല്ലതാണ്. വൈഡ് ആംഗിൾ ലെൻസാണ് ഉള്ളത്. വൈഡ് ആംഗിൾ ക്യാമറ ഒരെണ്ണം ഉണ്ടായതുകൊണ്ട് നല്ല വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല രീതിയിൽ പിക്ചേഴ്സൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം ഇതേപോലത്തെ കിടക്കാച്ച വീഡിയോസ് ഇനിയും നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ അൺബോക്സ് ചെയ്ത് ഇത്ര സാധനം മാത്രമേ ഇതിനകത്തുള്ളൂ.
അപ്പോൾ ഇത്ര ഉള്ളു നമുക്ക് കിട്ടുന്ന. ഇപ്പം എല്ലാത്തിനും ഹെഡ്ഫോൺ ഒന്നും കിട്ടുന്നില്ല ഗൈസ്. അപ്പം ഗൈസ് എല്ലാവർക്കും ടാറ്റാ.